വെൽക്കം ബാക്ക് അഗൈൻ. റിയാസാണ് നമ്മളെ കൂടെ. നിയാസ് ഉണ്ട്, ഹാഷിം ഉണ്ട്, പിന്നെ സഫീർ ഉണ്ട്. നമ്മളെ ബസ്സിൻ്റെ കോൾഡ് സ്റ്റാർട്ടിൽ വന്ന സഫീർ ഉണ്ട്. ഇത് കോൾഡ് സ്റ്റാർട്ടിന് നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള സ്ഥലം പറഞ്ഞാൽ എടവണ്ണപ്പാറയാണ്. പിന്നെ അപ്പോൾ മസ്തൻ നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മൾ ബാറ്ററി കൊടുക്കുകയാണ്. ബാറ്ററി കൊടുത്തിട്ട് സെൽഫ് മോട്ടർ വർക്കിംഗ് ആണോ നോക്കട്ടെ. ഈ വണ്ടിക്ക് വരുന്നത് 3455 cc 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടർബോ ചാർജഡ് എഞ്ചിനാണ്. 3000 RPM ഏകദേശം 100 HP പവർ വരുന്ന ഒരു കരുത്തുറ്റ എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഡോറൊക്കെ നല്ല ടൈറ്റാണ്. അയ്യ മറിഞ്ഞു വെക്കുക. ന്യൂട്രലാണ് നോക്കണം വണ്ടി. വണ്ടിക്ക് മീറ്ററൊന്നും ഇല്ല കേട്ടോ. ഓൾറെഡി ന്യൂട്രൽ തന്നെയാണ്, കുഴപ്പമില്ല. ബാക്കി നോക്കാം. 1983 സ്വരാജ് വെഹിക്കിൾസ് ലിമിറ്റഡ് എന്ന പഞ്ചാബ് കമ്പനി ജപ്പാനിലെ മസ്ത ലിമിറ്റഡ് കമ്പനിയുമായി സുമിറ്റോ കോർപ്പറേഷൻ ജോയിൻറ്റ് വെഞ്ചറിൽ ഏർപ്പെട്ടാണ് സ്വരാജ് മസ്ത എന്ന കമ്പനി രൂപമാറ്റം സംഭവിക്കുന്നത്. 1985 ആദ്യമായിട്ട് നമ്മളെ ഈ ഒരു ട്രക്ക് സീരീസൊക്കെ വരുന്നത്. നമ്മുടെ വണ്ടിക്ക് മുന്നിൽ ടയറില്ല കേട്ടോ. ഇവിടെയും ടയറില്ല, മറ്റേ ഭാഗത്തും ടയറില്ല. കാണാൻ ചുരുക്കനാ വണ്ടി. ബൾബില്ല. ടർബോ ആണ് കേട്ടോ. ടർബോ എയർ ഫിൽറ്ററിലൊക്കെ വെള്ളമാണ്. എയർ ഫിൽറ്റർ ഒന്നും കാണില്ല. ഫിൽറ്റർ ഇത് ഇവിടെ ഉണ്ട്. ഈ വണ്ടി ഇതിലുണ്ടോ വണ്ടിയിൽ ഫിൽറ്റർ? ഇത് മറ്റേ ഡോറ. അത് തുറക്കുമ്പോൾ അടിക്ക് വരും ഡോറ. ഫിൽറ്റർ ഇവിടെ ഉണ്ട്. നല്ല ടയറൊക്കെ കേട്ടോ വണ്ടിക്ക്. പിന്നെ ഇതൊക്കെ ഫുള്ള് കാണിച്ചു ഏസിയൊക്കെ ഉണ്ട്. വൈപ്പർ ഒക്കെ ഉണ്ട്. ഈ കുതാമ പൊന്തിച്ച തരാം. ഇത് പൊക്ക് ഒന്നുകൂടി പൊക്കിയാ നോക്കാവും. കറക്റ്റാ പ്ലേസ്മെന്റ്. ഓക്കെ, ഇങ്ങോട്ട് പോരണ്ട. അകത്തേക്ക് കിടക്ക് കേട്ടോ. കുതാമ പൊന്തിച്ചല്ലേ? എടാ ഈ പെട്ടി പൊന്തിച്ച് നോക്കല്ലേ? ഇത് പൊന്തിച്ച് നമുക്ക് ബാക്കി മേടിക്കണം. പൊന്തിച്ച് ഓഹോയ് ഇനിപ്പാ പൊക്ക്. പൊന്തിച്ചാൽ റെഡിയാ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലോക്ക്. അപ്പോൾ ഇതാണ് എൻജിന്. അത് കറങ്ങുന്നുണ്ടല്ലോ. വാവ് ഗൈസ്, ഇത് കറങ്ങുന്നുണ്ട്. ന്യൂട്രലാ. നമ്മൾ ഡീസലൊക്കെ വേണ്ടി പോകണം. ഉണ്ടോടാ? ഇല്ലേ? ഉണ്ടല്ലേ? ഡീസൽ ഉണ്ടോ? നമ്മൾ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ലോക്ക് കണ്ടില്ല ഇതിന്. ആധുനിക ടെക്നോളജികളാണ്. കുറച്ചുണ്ട്, തുഞ്ചത് ലേസുണ്ട്. അത് മതി സ്റ്റാർട്ടാക്കി വെക്കാൻ. ഓക്കെ, ലിഫ്റ്റ് ചെയ്ത് നോക്കിയാൽ എവിടെ ഉണ്ടോ? പൊന്തത്ത് ലിഫ്റ്റ് ഉണ്ടോ? കാശം വരും എപ്പോഴും അറിയാനുണ്ട്. ഓക്കെ, അപ്പം പിന്നെ റേഡിയേറ്റർ വെള്ളം എന്താ ഗൈസ്? വെള്ളമില്ല ഗൈസ്. വെള്ളമില്ല ഗൈസ്. വെള്ളം വരെ വെള്ളമില്ല. പുറത്ത് കാക്കല്ലേ? കുറച്ച് വെള്ളമുള്ളൂ. കുറച്ച് വെള്ളമുള്ളൂ. ഉള്ള വെള്ളം ഇതാക്കണ്ട. പുറത്തൊക്കെ കാക്കല്ല കേട്ടോ. ലോഡാ കണ്ടോ? അപ്പോൾ നമ്മൾ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഇഗ്നീഷ്യൻ സ്വിച്ച് വരുന്നത്, അതായത് ഈ പമ്പിൽ ഇവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട്. അതായത് എന്താ വെച്ചാൽ
പിന്നെ നമ്മൾ ഇഗ്നിഷനൊക്കെ ഓണാക്കുന്ന സമയത്ത് നമ്മൾ പമ്പ് വർക്ക് ചെയ്ത് തുടങ്ങിയാലും ഡീസൽ എൻജിനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓരോ സിലിണ്ടർക്കും, അതായത് ഇതിപ്പോൾ 4 സിലിണ്ടറുള്ള വണ്ടിയാണ്, ഓരോ സിലിണ്ടർക്കും സെപ്പറേറ്റ് ആയിട്ട് ഈ ട്യൂബിൽ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സമയത്താണ് ഇഗ്നിഷൻ നടക്കുക, കത്തുന്നത്. അത് പവർ വരുന്നത് ഓരോ സമയത്താണ്. അപ്പോൾ ഓരോ സമയത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മളിങ്ങനെ അളന്നിങ്ങനെ കൊടുക്കുന്ന ഒരു മെക്കാനിസം വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു പോസിറ്റീവ് കണക്ഷൻ നമ്മൾ കൊടുക്കണം. അതായത് നമ്മൾ ഇഗ്നിഷൻ നമ്മൾ ചാവി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പമ്പ് എന്നുള്ള ഡീസലിൻ്റെ വരവ് നിൽക്കും. അത് അപ്പോഴാണ് നമ്മൾ ചാവിയിട്ടുള്ള കണക്ഷൻ ഇതിന് ഡീസൽ വണ്ടിക്ക് വരുന്നത്. പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഏത് ഭാഗത്തൂടെ നമുക്ക് എന്തെങ്കിലും കറണ്ട് കട്ട് ചെയ്താൽ നമുക്ക് ഇഗ്നിഷൻ സ്വിച്ച് കൊടുക്കാൻ കഴിയും. ഇതിൽ നമുക്കത് കഴിയില്ല. ഇതിൽ നമ്മൾ ഡീസൽ കട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡീസൽ വണ്ടിയൊക്കെ ഓഫ് ആക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഇതിലേക്കൊരു പോസിറ്റീവ് കണക്ഷൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നോക്കാം. ചാവി വണ്ടിക്കില്ല, അപ്പം ആ പോസിറ്റീവ് കണക്ഷനാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മൾ തൽക്കാലം ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു പോസിറ്റീവ് കണക്ഷൻ, അത് നമ്മൾ ബാറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് റെഡി വർക്ക് ചെയ്തല്ലേ. ചെറിയ പൊട്ടി അറുത്ത് തട്ടുണ്ട്, ബോഡി മട്ടുണ്ട്, ബോഡി മട്ടുണ്ടോ, ബോഡി മട്ടില്ലേ, ആ ബോഡി മട്ടിലേക്ക് ഓക്കെ. പറമ്പ് ലോഡായപ്പോൾ ഓക്കെ അല്ലേ, റാങ്ക് ചെയ്ത് നോക്കിയാൽ ഇഗ്നിഷൻ്റെ പോസിറ്റീവ് നമ്മളിവിടെ പോസിറ്റീവിൽ മുട്ടിച്ചിട്ടോ. ഒന്ന് കൊടുത്തേ. അയ്യോ, ഇത് 24 കൊടുക്കേണ്ടി വരും. പമ്പിങ് അവിടെ കിട്ടും. ഇവിടെ എന്താ ചേട്ടാ രാമു വെളിയോ ഉണ്ടല്ലോ ഡീസൽ എത്തുന്നില്ലേ, തെറിച്ചിട്ടുണ്ട് പുറത്തേക്ക്. അപ്പൊ ഒന്ന് 24 ഒറിജിനൽ സാധനം പുറത്തേക്ക് വരും. വേറെ ഒടുങ്ങിയിട്ടാണ് 24 കൊടുക്കേണ്ടി വരും മിക്കവാറും. സ്റ്റക്ക് ആയി നെഞ്ചിന്. ഞാൻ ചെയ്തേ അതല്ലേ, ഞാൻ ചെയ്താ വിളിച്ചിട്ടുണ്ട്. റാങ്ക് നോക്കല്ലേ എന്നാല്, എന്ത് ലോഡാണ് റാങ്ക് നോക്കല്ലേ എന്നാല്. ശേ വെൽഡിങ് നടക്കുന്നുണ്ട്. വെൽഡിങ് ആണ്. റാങ്കിങ് സ്പീഡ് വളരെ കമ്മിയാണ്. നമുക്ക് 24 കൊടുക്കണം. 24 കൊടുക്കല്ലേ, വളരെ സ്പീഡ് വന്നു. ഒരു ഓപ്ഷനല്ല. ഇപ്പം നമ്മൾ 24 കൊടുക്കുകയാണ്. പൊന്തിച്ച് തെർമലങ്ങോട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. തള്ളു 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 തള്ളു. അപ്പം 24 കണക്ഷൻ കൊടുത്തു. അതായത് ഈ പ്ലസ് ഈ ബാറ്ററിൻ്റെ മൈനസ്ക്ക് ഇതിൻ്റെ പ്ലസ് നമ്മളെ സെൽഫ് മോട്ടർ നോക്കും, ഇതിൻ്റെ മൈനസ് സെൽഫ് മോട്ടർ. ഇത് റെഡി ആണല്ലോ കണക്ഷൻ. ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. കണക്ഷൻ റെഡി ആണല്ലേ? ഓക്കെ ആണ്, പെർഫെക്റ്റ്. ഓക്കെ ഓക്കെ അല്ലേ? വണ്ടി പറക്കാണ്. എന്തൊക്കെ തുറച്ചു പോകും. കുഞ്ഞിപ്പൊക്കെ പുക എടുക്കാൻ വേണ്ടി ആ പുകൻ്റെ ഉള്ളിൽ കുടുങ്ങി. കുഞ്ഞിപ്പാക്ക് പോകല്ലോ 24 കൊടുക്കാൻ പറക്കാനൊന്നുണ്ട്. ഓക്കെ അല്ലേ?
വെൽഡിങ് ആണേ. വെൽഡിങ് നടക്കുമോ? 24 കൊല്ലമ്പാ പറ. നമ്മൾ എഞ്ചിൻ സ്റ്റക്കായ മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്രാങ്ക് ആവണം. അതങ്ങനെ 24 കൊടുത്തു വിടും. കുഞ്ഞിപ്പാ കത്തിച്ചു വെച്ച് എന്താടാ കിട്ടണില്ല. ഇതിമലല്ലേ നമ്മളെ ഇഗ്നിഷൻ സ്വിച്ച് ഇതാണേ. അതാണ് ഞാൻ ഇവിടെ ഓൺ ഓഫ് ആക്കി കളിക്കുന്നത്. എന്റെ മുഖത്തേക്ക് നമ്മളെ ഈ പ്രൊപ്പലറിന്റെ മുന്നിൽ നിന്ന് ജാമാണ് ടൈറ്റ് ഉണ്ട്. അതിന്റെ വള്ളി കൊടുത്ത് അങ്ങോട്ട് വരുന്ന നോക്ക്. അതാണ് ജാമ സ്റ്റാർട്ടായി. പാട്ടുണ്ടല്ലോ പാട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇഗ്നിഷൻ സ്വിച്ചായിട്ട് ഞാനിവിടെ ഇതാക്കണത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂട്ടോ. ഒന്ന് അത് നമ്മളെ വണ്ടിൻ്റെ ഇഗ്നിഷൻ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്ന ഇതാണ്. ഇത് എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി കേട്ടോ. വണ്ടി ഓഫായി അല്ലേ? അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ പമ്പിൽ വരുന്ന നമ്മളിപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കീ സെറ്റിൻ്റെ കണക്ഷൻ. അതായത് നമ്മൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഡീസൽ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഡീസൽ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യണത്. ഞാൻ പറഞ്ഞു ഡീസൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വണ്ടി ഓഫ് ചെയ്യുന്നത്. അല്ലാതെ പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഗ്നിഷൻ കോയിലിൽ നിന്ന് വരുന്ന ഇഗ്നിഷൻ കറണ്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇഗ്നിഷൻ്റെ കണക്ഷൻ കൊടുത്തുകൊണ്ടാണ് ഇതിപ്പോൾ സ്റ്റാർട്ടിങ് കിട്ടിയത്. അതായത് ഓരോ സിലിണ്ടർക്കും സെപ്പറേറ്റ് ഡീസൽ കൊടുത്തു. അപ്പം 4 വർഷം അല്ലേ മുതലാളി പറഞ്ഞേ? 4 വർഷത്തിന് ശേഷം നമ്മളെ സ്വരാജ് മസ്ത അല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ടർബോ അതിൽ പിന്നെ ഓടിച്ച് കാണിക്കാൻ പറ്റൂല. എന്താ വെച്ചാൽ നമുക്ക് വീലില്ല, ഫ്രണ്ട് വീലില്ല. അല്ലെങ്കിൽ നമുക്കൊന്ന് ഓടിച്ച് കാണിക്കണം. ബാക്കിലുണ്ട് നല്ല 2 ചുമട്ടൻ ടയറുകൾ. പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കും. മനസ്സിലായോ? ഇഗ്നിഷൻ ചെയ്താൽ അറിയില്ലെന്നല്ലോ. അപ്പോൾ നമ്മള് ഒക്കെ നമുക്കറിയാം കഴിച്ചു, വെറുതെ പറയാണ്. അതെ, ഞങ്ങളതിനൊന്നും അറിയാത്തവർക്ക് നിൽക്കാണ്. ഞങ്ങൾക്ക് അറിയാതിരിക്കെ. അതെ, ഒരുപാട് അലിഞ്ഞു ഒരു പ്രാന്തനെ പോലെ. നമുക്ക് ഊരിയെടുക്കാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടി. പൊക്കിയിട്ട് ടൈറ്റിലിട്. ഓക്കെ, ഇങ്ങനെയാണ് ആള്. യൂട്യൂബ് ചാനലിന്റെ പേരെത്താണ്. എ സി ഒക്കെ ഉണ്ട് കേട്ടോ മുകളിൽ, വെന്റിലേഷൻ. മീറ്റർ ഒന്നുമില്ല, അക്കു വരികയാണ്. ഇതാണ് ടയർ, ബാക്ക് ടയർ ഉണ്ട്, ലൈറ്റ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട്. മസ്ത കാട് കയറിയാണ്. ഇവിടെ നല്ല 2 ടയറുണ്ട്. ടയർ ഇത് എന്തോന്നടേ? ഇത് ആരത്? അതാണ് വണ്ടി.
ആ ഇവിടെ സൈലൻസറിനെ പൊട്ടലുണ്ട്. ആ ജസ്റ്റ് ഒരു പൊടുത്തം മാത്രമേ ഉള്ളൂ. ആ പള്ളി വേറെ എഞ്ചിനത് എടാ ഇതിൻ്റെ അതാ ലോക്കി നോക്കാം. നോക്കി കഴിഞ്ഞാൽ ഒരാൾക്കാണ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോക്കാവുക ചെയ്യുന്നത്. പിന്നെ ആ ലോക്ക് പിടിച്ചാലും അങ്ങോട്ട് പോകും. ഒന്ന് ടൈറ്റിലിട്, ഒന്ന് പൊക്കിയിട്ടേ ലോക്കാക്കി. പൊക്കിയിട്ടെന്നാണ് ഇട്, പൊക്കിയിട് കുറച്ച് പറഞ്ഞു. ഓക്കെ ഇവിടെ ലോക്കാക്കിയിട്ട് ഇതിൻ്റെ ടർബോടാ എഫിഷ്യൻസി കൂടും വണ്ടി. അതെ പവർ ഓഫ് പോളിയാണ്. നല്ല പാടാ, ഇവിടെ ഭയങ്കര സുഖം. ഇവിടെ ഒരു LED ബൾബൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അപ്പം നമ്മൾ ഈ വണ്ടി കോൾഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആയിരുന്നു വണ്ടീൻ്റെ അവസ്ഥ. വീലും കാര്യങ്ങളൊക്കെ ഊരി പോയിട്ടുണ്ട്. 4 വർഷമായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അപ്പുറത്തുണ്ടൊരു വണ്ടി ഏകദേശം ഇതേ ഒരു ലെവലിലൊക്കെ തന്നെയാണ്. അത് നമുക്ക് കോൾഡ് സ്റ്റാർട്ട് ചെയ്യണം ഇൻഷാ അല്ലാ. പിന്നെ അതേപോലെ 407 ഉണ്ട്, ടാറ്റ 407 ഉണ്ട് ചെയ്യാൻ. അതിന് കുറച്ച് സമയം വേണ്ട, കുറച്ച് പഴക്കമുണ്ട്. ഏകദേശം 10 വർഷം അതിന് വേണ്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത എപ്പിസോഡിലോ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാറ്റ ചെയ്യാം. അപ്പോൾ എടവണ്ണപ്പാറ നിന്നും റിയാദ്